സംഖ്യാപുസ്തകം. സഹോദരരെ, ഇന്നിവിടെ സംഖ്യാപുസ്തകമാണ് വായിക്കുന്നത്. സംഖ്യ, ജനസംഖ്യ, 1-ാം അധ്യായം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു. ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക. 20 അതിനു മേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ചെണ്ണുക. നീയും അഹ്റോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത്. ഓരോ ഗോത്രത്തിലും നിന്ന് ഒരു തലവനെ കൂടെ കൊണ്ടുപോകണം. നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്: റൂബനിൽ നിന്ന് ഷെദയൂറിൻ്റെ പുത്രൻ എലിയൂസർ, ശിമയോനിൽ നിന്ന് സുരിഷാദായിയുടെ പുത്രൻ ഷെലുമിയേൽ, യൂദായിൽ നിന്ന് അമീനാദാബിൻ്റെ പുത്രൻ നക്ഷോൻ, ഇസ്സാക്കറിൽ നിന്ന് സൂവാറിൻ്റെ പുത്രൻ നെത്താനേൽ, സെബുലൂണിൽ നിന്ന് ഹേലോനിൻ്റെ പുത്രൻ ഏലിയാബ്, ജോസഫിൻ്റെ പുത്രന്മാരായ എഫ്രായിം, മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമ്മീഹൂദിൻ്റെ പുത്രൻ ഏലിഷാമ, പെദഹൂസൂറിൻ്റെ പുത്രൻ ഗമാലിയേൽ, ബെഞ്ചമിനിൽ നിന്ന് ഗിദയോനിൻ്റെ പുത്രൻ അബീദാൻ, ദാനിൽ നിന്ന് അമ്മിഷ്ദാദായുടെ പുത്രൻ അഹിയേൽസർ, ആഷീറിൽ നിന്ന് ഒക്രാൻ്റെ പുത്രൻ പഗിയേൽ, ഗാദിൽ നിന്ന് റൗവേലിൻ്റെ പുത്രൻ എലിയാസാഫ്, നപ്താലിയിൽ നിന്ന് ഏതാനിൻ്റെ പുത്രൻ അഹിറാം. ഇവരാണ് ഇസ്രായേൽ വംശത്തിൻ്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രത്തലവന്മാർ. മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു. 2-ാം മാസം 1-ാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഓരോരുത്തരുടെയും കുടുംബം, ഗോത്രം ഇവയനുസരിച്ച് 20 അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തു. ഇസ്രായേലിൻ്റെ ആദിജാതനായ റൂബൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനും മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 46,500. ശിമയോൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 59,300. ഗാദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 45,650. യൂദായുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 74,600. ഇസ്സാക്കറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 54,400. സെബലൂൺ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 57,400. ജോസഫിൻ്റെ മക്കളായ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം 40,500 30,200. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 35,400. ദാനിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 60,700.
ആഷേറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 41,500. നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 53,400. ഇസ്രായേലിലെ ഗോത്രപ്രതിനിധികളായ 12 നേതാക്കളും മോശയും അഹ്റോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണിവർ. ഗോത്രമായി 20 അതിനുമേലും വയസ്സും പ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുമുള്ള പുരുഷന്മാർ ആകെ 6,03,550 ആയിരുന്നു. ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽപ്പെടുത്തിയില്ല. കാരണം കർത്താവ് മോശയോട് അരുളിച്ചെയ്തിരുന്നു, ലേവിയരെ നീ എണ്ണരുതേ, ഇസ്രായേലിയരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയുമരുതേ. എന്നാൽ സാക്ഷ്യകൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം. കൂടാരത്തിന് ചുറ്റും അവർ താവളം അടിക്കട്ടെ. കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരം മടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം. മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം. ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താങ്കളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം. ഇസ്രായേൽ സമൂഹത്തിൻ്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിന് ചുറ്റും പാളയമടിക്കണം. സാക്ഷ്യകൂടാരത്തിൻ്റെ ചുമതല അവർ വഹിക്കുകയും വേണം. ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു. സഹോദരരെ, സംഖ്യാപുസ്തകം 2-ാം അധ്യായം. പാളയമടിക്കേണ്ട ക്രമം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്രമുദ്രയോടുകൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളമുറപ്പിക്കുകയും വേണം. അമ്മീനാദാബിൻ്റെ മകൻ നക്ഷോൻ്റെ നേതൃത്വത്തിലുള്ള യൂദാഗോത്രം സൂര്യൻ ഉദിക്കുന്ന കിഴക്ക് ദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 74,600 പേർ. അതിനടുത്ത് സൂവാറിൻ്റെ മകൻ നെത്താനേലിൻ്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 54,400 പേർ. അതിനപ്പുറം ഹേലോൻ്റെ പുത്രൻ ഏലിയാബിൻ്റെ നേതൃത്വത്തിലുള്ള സെബുലൂൺ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 57,400 പേർ. യൂദായുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ 1,86,400 പേർ. അവരാണ് ആദ്യം പുറപ്പെടേണ്ടത്. ഷെദയൂറിൻ്റെ മകൻ ഏലീസൂറിൻ്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്കുഭാഗത്ത് പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 46,500 പേർ. അതിനടുത്ത് സുരീഷാദായിയുടെ പുത്രൻ ഷെലൂമിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ശിമയോൻ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 59,300 പേർ. അതിനപ്പുറം റവുവേലിൻ്റെ പുത്രൻ ഏലിയാസാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 45,650 പേർ. റൂബൻ പാളയത്തിൽ ആകെ 1,81,450 പേർ. അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത്. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം. കൂടാരമടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടൊത്തെ ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം.
അമ്മീഹൂദിൻ്റെ മകൻ എലീഷാമായുടെ നേതൃത്വത്തിലുള്ള എഫ്രൈം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 40,500 പേർ. അതിനടുത്ത് പെദക്സൂറിൻ്റെ പുത്രൻ ഗമാലിയേലിൻ്റെ നേതൃത്വത്തിലുള്ള മനാസേ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 30,200 പേർ. അതിനപ്പുറം ഗിദയോനിയുടെ പുത്രൻ ആബീദാൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 35,400 പേർ. എഫ്രായിം പാളയത്തിൽ ആകെ 1,80,100 പേർ. അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത്. അമ്മീഷാദായുടെ മകൻ അഹിയേസറിൻ്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്കുഭാഗത്ത് പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 60,700 പേർ. അതിനടുത്ത് ഒക്രാൻ്റെ മകൻ പഗിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ആഷേർ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 41,500 പേർ. അതിനപ്പുറം ഏനാൻ്റെ മകൻ അഹിറയുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 53,400 പേർ. ദാനിൻ്റെ പാളയത്തിൽ ആകെ 1,57,600 പേർ. സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത്. ഗോത്രക്രമമനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. പാളയത്തിൽ ഉണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെ 6,03,550. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ലേവ്യരെ എണ്ണിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു. അവർ സ്വന്തം പതാകകൾക്ക് കീഴെ പാളയമടിക്കുകയും ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു. 3-ാം അധ്യായം. അഹ്റോൻ്റെ പുത്രന്മാർ. സീനായ് മലമുകളിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അഹ്റോൻ്റെയും മോശയുടെയും വംശാവലി ഇപ്രകാരമായിരുന്നു. അഹ്റോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ആദ്യജാതനായ നാദാബും അബീഹൂവും ഏലയാസർ, ഇത്താമർ എന്നിവരും. ഇവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അഭിഷേകിതരായ അഹ്റോൻ്റെ പുത്രന്മാരാണ്. ഇവരിൽ നാദാബും അബീഹൂവും സീനായി മരുഭൂമിയിൽ കർത്താവിൻ്റെ മുൻപിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ അവിടെ വെച്ച് മരിച്ചു. അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു. അതിനാൽ ഏലയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹ്റോൻ്റെ ജീവിതകാലത്ത് തന്നെ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിച്ചു. ലേവ്യരുടെ കടമകൾ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹ്റോൻ്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക. അവർ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിന് മുമ്പിൽ അഹ്റോനും സമൂഹത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കട്ടെ. സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും. കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഇസ്രായേൽ ജനത്തിനും അവർ സേവനം ചെയ്യണം. ലേവ്യരെ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി നിയോഗിക്കുക. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോന് പൂർണ്ണമായും നൽകപ്പെട്ടവരാണിവർ. നീ അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അധികാരപ്പെടുത്തുകയും അവർ അത് അനുഷ്ഠിക്കുകയും ചെയ്യണം. മറ്റാരെങ്കിലും വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവരെ വധിക്കണം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ഞാൻ ലേവ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർ എനിക്കുള്ളവരാണ്. എന്തെന്നാൽ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം എൻ്റേതാണ്. ഈജിപ്തുകാരുടെ ആദ്യജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ സന്താനങ്ങളെ എനിക്കായി ഞാൻ മാറ്റി നിർത്തി. അവർ എൻ്റെ സ്വന്തമാണ്. ഞാനാണ് കർത്താവ്. ലേവ്യരുടെ ജനസംഖ്യ. സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, 1 മാസവും
അതിനുമേലും പ്രായമുള്ള ലേവീപുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ചെടുക്കുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു. ലേവിയുടെ പുത്രന്മാർ ഇവരായിരുന്നു: ഗർഷോൻ, കോഹാത്ത്, മൊറാറി. കുടുംബമനുസരിച്ച് ഗർഷോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ലിബ്നി, ഷെയ്മി. കുടുംബമനുസരിച്ച് കൊഹാത്തിൻ്റെ പുത്രന്മാർ ഇവരാണ്: അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസ്സിയേൽ. കുടുംബമനുസരിച്ച് മൊറാറിയുടെ പുത്രന്മാർ മഹ്ലി, മുഷി ഇവയാണ്. പിതൃഗോത്രപ്രകാരം ലേവ്യരുടെ കുടുംബങ്ങൾ. ലിബ്നിയരുടെയും ഷിമിയരുടെയും കുടുംബങ്ങളുടെ ഉത്ഭവം ഗർഷോനിൽ നിന്നാണ്. ഇവയാണ് ഗർഷോന്യ കുടുംബങ്ങൾ. 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷന്മാർ 7500. ഗർഷോൻ കുടുംബക്കാർ കൂടാരത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറ് വശത്തെ ലായേലിൻ്റെ മകൻ എലീഫാസിൻ്റെ നേതൃത്വത്തിൽ പാളയമടിക്കണം. ഗർഷോൻ കുടുംബക്കാർ സമാഗമ കൂടാരത്തിൽ പെട്ടകം, കൂടാരം, അതിൻ്റെ ആവരണം, വാതിലിൻ്റെ തിരശ്ശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ, അങ്കണവാതിലിൻ്റെ യവനിക, അവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം. അമ്രാമ്യർ, ഇസ്ഹാര്യർ, ഹെബ്രോണ്യർ, ഉസ്സിയേലിയർ എന്നിവർ കൊഹാത്തിൽ നിന്ന് ജനിച്ച കുടുംബങ്ങളാകുന്നു. 1 മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ 8600. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കടമ അവരുടേതാണ്. കൊഹാത്ത് കുടുംബങ്ങൾ കൂടാരത്തിൻ്റെ തെക്കുവശത്താണ് പാളയമടിക്കേണ്ടത്. അവരുടെ നേതാവ് ഉസ്സിയേലിൻ്റെ മകൻ എലീസാഫാനാണ്. പേടകം, മേശ, വിളക്കുകാല്, ബലിപീഠങ്ങൾ, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, തിരശ്ശീല എന്നിവയും അവയെ സംബന്ധിക്കുന്ന ജോലികളും ഇവരുടെ ചുമതലയാണ്. പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ എലയാസറിന് ലേവ്യരുടെ നേതാക്കളുടെ നേതൃത്വവും വിശുദ്ധസ്ഥല വിചാരിപ്പുകാരുടെ മേൽനോട്ടവും ഉണ്ടായിരിക്കും. മഹ്ലി, മുഷി എന്നീ കുടുംബങ്ങൾ മൊറാറിയിൽ നിന്നുണ്ടായി. ഇവയാണ് മൊറാറി കുടുംബങ്ങൾ. അവയിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ 6200. മൊറാറി ഗോത്രത്തിൻ്റെ തലവൻ അബിഹയേലിൻ്റെ മകൻ സുരിയേൽ ആയിരുന്നു. കൂടാരത്തിന് വടക്കുഭാഗത്താണ് അവർ പാളയമടിക്കേണ്ടത്. മൊറാറിയുടെ പുത്രന്മാർ കൂടാരത്തിൻ്റെ ചട്ടക്കൂട്, അഴികൾ, തൂണുകൾ, അവയുടെ പാതകുടങ്ങൾ, മറ്റുപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെടുന്ന എല്ലാ ജോലികളും ചെയ്യണം. അങ്കണത്തിൻ്റെ തൂണുകൾ, അവയുടെ പാതകുടങ്ങൾ, കുറ്റികൾ, ചരടുകൾ ഇവയുടെ മേൽനോട്ടവും അവർ വഹിക്കണം. സമാഗമ കൂടാരത്തിനു മുമ്പിൽ കിഴക്കുവശത്ത് പാളയമടിക്കേണ്ടത് മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരുമാണ്. വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിർവഹിക്കേണ്ട എല്ലാ ആരാധനയുടെയും ചുമതല അവർക്കാണ്. മറ്റാരെങ്കിലും അതിന് മുതിർന്നാൽ അവനെ വധിക്കണം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി 1 മാസവും അതിനുമേലും പ്രായമുള്ള ലേവ്യരുടെ എണ്ണമെടുത്തപ്പോൾ സംഖ്യ 20000 ലേവ്യർ ആദ്യജാതകർക്കു പകരം കർത്താവ് മോശയോട് അരുളിച്ചെയ്തു: ഇസ്രായേൽ ജനങ്ങളിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരെയും പേർ വിളിച്ചെണ്ണുക. ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ എനിക്കായി മാറ്റി നിർത്തുക. അതുപോലെ ഇസ്രായേലിയരുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എനിക്കായി മാറ്റി നിർത്തുക. ഞാനാണ് കർത്താവ്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേലിയരുടെ ആദ്യജാതന്മാരുടെ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി. 1 മാസവും അതിനു മേലും പ്രായമുള്ള ആദ്യജാതരായ എല്ലാ പുരുഷ സന്താനങ്ങളെയും വേർതിരിച്ചെണ്ണിയപ്പോൾ 20273 പേരുണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു: ഇസ്രായേലിയരുടെ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ എടുക്കുക. അവരുടെ കന്നുകാലികൾക്ക് പകരം ലേവ്യരുടെ കന്നുകാലികളെയും. ലേവ്യർ എനിക്കുള്ളവരാണ്. ഞാനാണ് കർത്താവ്. ലേവ്യ പുരുഷന്മാരുടെ എണ്ണത്തിൽ കവിഞ്ഞുള്ള
ഇസ്രായേൽ ആദ്യജാതന്മാരുടെ വീണ്ടെടുപ്പിന് ആളൊന്നിന് 5 ഷെക്കൽ വീതം എടുത്ത് അധികം വരുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അഹറോനെയും മക്കളെയും ഏൽപ്പിക്കുക. വിശുദ്ധ സ്ഥലത്തെ നിരക്കനുസരിച്ച് 20 ഗേരയാണ് 1 ഷെക്കൽ. ലേവ്യരാൽ വീണ്ടെടുക്കപ്പെടാതെ അവശേഷിച്ചവരുടെ വീണ്ടെടുപ്പ് വില മോശ ശേഖരിച്ചു. ഇസ്രായേലിലെ ആദ്യജാതരിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തെ ഷെക്കലിൻ്റെ കണക്കനുസരിച്ച് 1355 ഷെക്കൽ മോശ പിരിച്ചെടുത്തു. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ വീണ്ടെടുപ്പ് വില അഹ്റോനെയും മക്കളെയും ഏൽപ്പിച്ചു. കൊഹാത്യരുടെ കടമകൾ 4-ാം അധ്യായം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളിച്ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കൊഹാത്യരുടെ കണക്കെടുക്കുക. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത്. സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് കൊഹാത്യർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ്. സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹ്റോനും പുത്രന്മാരും അകത്തു പ്രവേശിച്ച് തിരശീല അഴിച്ച് അതുകൊണ്ട് സാക്ഷ്യപേടകം മൂടണം. അതിനു മീതെ ആട്ടിൻ തോലുകൊണ്ടുള്ള ആഭരണവും നീല നിറത്തിലുള്ള മറ്റൊരാഭരണവും ഇടണം. പേടകം വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. സന്നിധാന മേശയിൽ നീലത്തുണി വിരിച്ച് താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയബലിക്കുള്ള ചഷകങ്ങളും അതിന്മേൽ വയ്ക്കണം. ദിനംതോറും സമർപ്പിക്കുന്ന അപ്പവും അതിന്മേലുണ്ടായിരിക്കണം. അവയുടെ മേൽ ചെമന്ന തുണി വിരിച്ച് ആട്ടിൻ തോൽ പൊതിയണം. മേശ വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. നീലത്തുണി കൊണ്ട് വിളക്കുകൾ, തിരി മുറിക്കാനുള്ള കത്രികകൾ, തട്ടങ്ങൾ, എണ്ണപ്പാത്രങ്ങൾ ഇവ മൂടണം. അതിൻ്റെ സകല ഉപകരണങ്ങളും ആട്ടിൻ തോലിൽ പൊതിഞ്ഞ് ചുമക്കാനുള്ള തണ്ടിൽ സ്ഥാപിക്കണം. സുവർണ ബലിപീഠത്തിന്മേൽ നീലത്തുണി വിരിച്ച് ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നീലത്തുണിയിലാക്കി ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള ചട്ടക്കൂടിൽ സ്ഥാപിക്കണം. ബലിപീഠത്തിൽ നിന്ന് ചാരം നീക്കിയതിനു ശേഷം അതിന്മേൽ ചെമന്ന തുണി വിരിക്കണം. ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നികലശങ്ങൾ, മുൾക്കരണ്ടികൾ, കോരികൾ, തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വയ്ക്കണം. അതിനു മുകളിൽ ആട്ടിൻതോൽ വിരിച്ച് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. അഹ്റോനും പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞു കഴിഞ്ഞ് സമൂഹം പുറപ്പെടുമ്പോൾ വാഹകരായി കൊഹാത്യർ വരണം. എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്, സ്പർശിച്ചാൽ മരിക്കും. ഇവയെല്ലാമാണ് കൊഹാത്യർ വഹിക്കേണ്ട സമാഗമ കൂടാരത്തിലെ സാധനങ്ങൾ. പുരോഹിതനായ അഹ്റോൻ്റെ മകൻ എലയാസർ ദീപത്തിനു വേണ്ടി എണ്ണ, സുഗന്ധധൂപം, അനുദിന ധ്യാനബലിക്കുള്ള സാധനങ്ങൾ, അഭിഷേക തൈലം എന്നിവയുടെ മേൽനോട്ടം വഹിക്കണം. കൂടാരത്തിൻ്റെയും അതിലുള്ള സകല സാധനങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും അതിലെ ഉപകരണങ്ങളുടെയും ചുമതലയും അവൻ തന്നെ വഹിക്കണം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളിച്ചെയ്തു, കൊഹാത്യ കുടുംബങ്ങളെ ലേവി ഗോത്രത്തിൽ നിന്ന് നശിച്ചു പോകാൻ ഇടയാക്കരുത്. അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കേണ്ടതിന് അഹ്റോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തരെയും അവരുടെ ജോലിക്ക് നിയോഗിക്കണം. എന്നാൽ അവർ അകത്ത് കടന്ന് ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത്. നോക്കിയാൽ അവർ മരിക്കും. ഗർഷോന്യരുടെ കടമകൾ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ഗർഷോന്യരുടെ കണക്കെടുക്കണം. 30 മുതൽ 50 വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണം എടുക്കുക. ഗർഷോന്യ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലും ഭാരം വഹിക്കുന്നതിലുമുള്ള പങ്കിതാണ്. കൂടാരവിരികൾ, സമാഗമ കൂടാരം, അതിൻ്റെ ആവരണം, കൂടാരവാതിലിൻ്റെ തിരശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ, അങ്കണ കവാടത്തിലെ യവനിക, അവയുടെ ചരടുകൾ, അവയുടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്നിവ അവർ വഹിക്കണം. ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം. ഭാരം വഹിക്കലും ഇതര സേവനങ്ങളും അടക്കം തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളും ഗർഷോന്യർ അഹ്റോൻ്റെയും പുത്രന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം.
അവരുടെ കർത്തവ്യങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതാണ് സമാഗമ കൂടാരത്തിൽ ഗർശോന്യർ ചെയ്യേണ്ട ജോലികൾ. പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഇത്താമറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ ജോലി. മൊറാര്യരുടെ കടമകൾ. കുലവും കുടുംബവും അനുസരിച്ച് മൊറാര്യരുടെ എണ്ണമെടുക്കണം. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണമെടുക്കുക. സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അവർ ചുമക്കേണ്ട സാധനങ്ങൾ ഇവയാണ്: കൂടാരത്തിൻ്റെ ചട്ടങ്ങൾ, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, ചുറ്റുമുള്ള അങ്കണത്തിലെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കൊളുത്തുകൾ, ചരടുകൾ, ഇവയോടനുബന്ധിച്ചുള്ള മറ്റു സാമഗ്രികൾ, അവർ വഹിക്കേണ്ട സാധനങ്ങൾ ഇനം തിരിച്ച് അവരെ ഏൽപ്പിക്കണം. ഇവയെല്ലാമാണ് മൊറാര്യർ പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമറിൻ്റെ മേൽനോട്ടത്തിൽ സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ. ലേവ്യരുടെ എണ്ണം. സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യാൻ 30 മുതൽ 50 വയസ്സ് വരെ 30 മുതൽ 50 വരെ വയസ്സും സേവനശേഷിയുമുള്ള കൊഹാത്യരെ കുലവും കുടുംബവും അനുസരിച്ച് മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണി തിട്ടപ്പെടുത്തി. കുടുംബമനുസരിച്ച് അവരുടെ എണ്ണം 2750 ആയിരുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി കൊഹാത്യ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള ഗർശോന്യരുടെ എണ്ണം അവരുടെ കുലവും കുടുംബവും അനുസരിച്ച് 2630 ആയിരുന്നു. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശയും അഹ്റോനും കൂടി ഗർശോൻ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള മൊറാര്യരുടെ എണ്ണം അവരുടെ കുടുംബമനുസരിച്ച് 3200 ആയിരുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി എണ്ണ തിട്ടപ്പെടുത്തിയതാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ ഭാരം വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ശേഷിയുമുള്ള ലേവ്യരെ മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിയപ്പോൾ അവർ 8580 പേരുണ്ടായിരുന്നു. കർത്താവിൻ്റെ കൽപ്പനപ്രകാരം മോശ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശ അവരുടെ കണക്കെടുത്തു. അശുദ്ധരെ അകറ്റുക. 5-ാം അധ്യായം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും മൃതശരീരം തൊട്ട് അശുദ്ധരായവരെയും പാളയത്തിൽ നിന്നും പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക. ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ നീ അവരെ സ്ത്രീ ആയാലും പുരുഷനായാലും പുറത്താക്കണം. ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ തങ്ങളുടെ പാളയത്തിൽ നിന്നും പുറത്താക്കി. നഷ്ടപരിഹാരം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തൻ്റെ തെറ്റ് ഏറ്റുപറയണം. മുഴുവൻ മുതലും അതിൻ്റെ 5-1 കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം. നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കളാരുമില്ലെങ്കിൽ അത് കർത്താവിന് അവനു വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാടിന് പുറമെയാണിത്. ഇസ്രായേൽ ജനം പുരോഹിതന് മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും. ജനം കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും. പുരോഹിതനെ ഏൽപ്പിക്കുന്നതെന്തും അവനുള്ളതാണ്. ഭാര്യയെ സംശയിച്ചാൽ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഒരാളുടെ ഭാര്യ വഴി പിഴച്ച് അവിശ്വസ്തയായി പ്രവർത്തിക്കുകയും അന്യപുരുഷൻ അവളോടൊത്ത് ശയിക്കുകയും അത് ഭർത്താവിൻ്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കുകയും അവൾ അശുദ്ധിയെങ്കിലും പ്രവൃത്തി മധ്യേ പിടിക്കപ്പെടാതിരുന്നതിനാൽ എതിർസാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്തെന്ന് വരാം.
ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധയായ ഭാര്യയെ സംശയിക്കുകയോ അശുദ്ധയല്ലെങ്കിലും അസൂയപ്പോണ്ട് സംശയിക്കുകയോ ചെയ്തെന്നും വരാം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ പുരോഹിതൻ്റെ മുമ്പിൽ ഹാജരാക്കണം. അവൾക്ക് വേണ്ടി കാഴ്ചയായി 1/10 എഫ ബാർലി മാവും കൊണ്ടുവരണം. അതിന്മേൽ എണ്ണയൊഴിക്കുകയോ കുന്തിരുക്കമിടുകയോ അരുതേ, കാരണം അത് സംശയ നിവാരണത്തിനുള്ള ധാന്യബലിയാണ്, സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള ധാന്യബലി. പുരോഹിതൻ അവളെ കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തണം. ഒരു മൺപാത്രത്തിൽ വിശുദ്ധജലമെടുത്ത് കൂടാരത്തിൻ്റെ തറയിൽ നിന്ന് കുറച്ച് പൊടി അതിലിടണം. പുരോഹിതൻ ആ സ്ത്രീയെ കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യഭിചാര ശങ്കയുടെ ധാന്യബലിക്കുള്ള വസ്തുക്കൾ അവളുടെ കയ്യിൽ വയ്ക്കണം. ശാപം വരുത്തുന്ന കയ്പുനീര് പുരോഹിതൻ കയ്യിൽ വഹിക്കണം. അനന്തരം അവളെക്കൊണ്ട് സത്യം ചെയ്യിക്കാൻ ഇങ്ങനെ പറയണം: ഭർത്താവിന് അധീനയായിരിക്കെ അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിച്ച് നീ അശുദ്ധയായിട്ടില്ലെങ്കിൽ ശാപം വരുത്തുന്ന ഈ കയ്പുനീർ നിനക്ക് ദോഷം ചെയ്യാതിരിക്കട്ടെ. എന്നാൽ നീ ഭർത്താവിൻ്റെ കീഴിലായിരിക്കെ ദുശ്ചരിതയായി നിന്നെ തന്നെ അശുദ്ധയാക്കുകയും അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിൻ്റെ അര ശോഷിപ്പിച്ച് മഹോദരം വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിനവസ്തുവും ശാപജ്ഞാപകവും ആക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ശാപസത്യം ചെയ്യിക്കണം. ശാപം വരുത്തുന്ന ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപം ഒരു പുസ്തകത്തിൽ എഴുതി അത് കയ്പ് വെള്ളത്തിലേക്ക് കഴുകിക്കളയണം. ശാപം വമിക്കുന്ന ആ കയ്പ് നീര് അവളെ കുടിപ്പിക്കണം. അതുള്ളിൽ കടന്ന് അവൾക്ക് കടുത്ത വേദന ഉളവാക്കും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വ്യഭിചാര ശങ്കയുടെ നൈവേദ്യം വാങ്ങി കർത്താവിന് നീരാജ്ഞനമായി ബലിപീഠത്തിൽ സമർപ്പിക്കണം. അതിനുശേഷം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമായി ഒരു പിടിയെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കുകയും സ്ത്രീയെക്കൊണ്ട് കയ്പുനീർ കുടിപ്പിക്കുകയും വേണം. അവൾ അശുദ്ധിയായി ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ശാപജലം അവളിൽ കടന്ന് കടുത്ത വേദന ഉളവാക്കുകയും മഹോദരം വന്ന് അര ശോഷിച്ച് ജനങ്ങളുടെ ഇടയിൽ മലിനവസ്തുവായി തീരുകയും ചെയ്യും. എന്നാൽ അശുദ്ധയാകാതെ നിർമ്മലയാണ് എങ്കിൽ അവൾക്ക് ശാപമേൽക്കുകയില്ല, വന്ധ്യത്വം ഉണ്ടാവുകയുമില്ല. പാതിവൃത്യശങ്കയുണ്ടാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട വിധിയാണിത്. ഭർത്താവിന് അധീനയായിരിക്കെ ഭാര്യ വഴിപിഴച്ച് സ്വയം അശുദ്ധയാവുകയോ ഭർത്താവ് ശങ്കാധീനനായി ഭാര്യയുടെ വിശ്വസ്തതയിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഭാര്യയെ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഈ വിധികൾ അനുഷ്ഠിക്കുകയും വേണം. പുരുഷൻ അകൃത്യത്തിൽ നിന്ന് വിമുക്തനായിരിക്കും. സ്ത്രീ തൻ്റെ അകൃത്യത്തിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ആമേൻ. സംഖ്യാപുസ്തകം 6-ാം അധ്യായം. നാസീർ വ്രതം. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ഇസ്രായേൽ ജനത്തോട് പറയുക, കർത്താവിന് സ്വയം സമർപ്പിക്കുന്നതിന് നാസീർ വ്രതമെടുക്കുന്നയാൾ സ്ത്രീയായാലും പുരുഷനായാലും ഇപ്രകാരം ചെയ്യണം. വീഞ്ഞും ശക്തിയുള്ള ലഹരിപാനീയങ്ങളും വർജിക്കണം. അവയിൽ നിന്നുണ്ടാക്കിയ വിനാഗിരി കുടിക്കരുത്. മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ ഏതെങ്കിലും പാനീയം കുടിക്കുകയോ പഴുത്തതോ ഉണങ്ങിയതോ ആയ മുന്തിരിങ്ങ തിന്നുകയോ അരുതേ. വ്രതകാലം മുഴുവൻ മുന്തിരിയിൽ നിന്നുള്ള ഒന്നും കുരുവോ തൊലി പോലുമോ തിന്നരുതേ. ക്ഷൗരക്കത്തി വ്രതകാലത്ത് അവൻ്റെ തലയിൽ സ്പർശിക്കരുതേ. കർത്താവിൻ്റെ മുൻപിൽ വ്രതമനുഷ്ഠിക്കുന്ന കാലം എത്രയും വിശുദ്ധി പാലിക്കണം. മുടി വളർത്തണം. വ്രതകാലം തീരുവോളം ശവശരീരത്തെ സമീപിക്കരുത്. പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിച്ചാൽ പോലും
അവരെ സ്പർശിച്ച് അവൻ സ്വയം അശുദ്ധനാകരുതേ. എന്തെന്നാൽ ദൈവത്തിൻ്റെ മുമ്പിലെടുത്ത വ്രതത്തിൻ്റെ ചിഹ്നം അവൻ്റെ ശിരസിലുണ്ട്. വ്രതകാലം മുഴുവൻ അവൻ കർത്താവിന് വിശുദ്ധനാണ്. ആരെങ്കിലും അവൻ്റെ അടുത്ത് വെച്ച് പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അവൻ്റെ വ്രതശുദ്ധമായ ശിരസ് അശുദ്ധമായാൽ ശുദ്ധീകരണ ദിനത്തിൽ അവൻ മുണ്ഡനം ചെയ്യണം. 7-ാം ദിവസമാണ് അങ്ങനെ ചെയ്യേണ്ടത്. 8-ാം ദിവസം 2 ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതൻ്റെ അടുത്ത് സമാഗമ കൂടാരവാതിൽക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അവയിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും അർപ്പിച്ച് മൃതശരീരം മൂലം ഉണ്ടായ അശുദ്ധിക്ക് പരിഹാരം ചെയ്യണം. അന്ന് തന്നെ അവൻ തൻ്റെ ശിരസ് വീണ്ടും പ്രതിഷ്ഠിക്കുകയും വേണം. വ്രതകാലം മുഴുവൻ തന്നെ കർത്താവിന് പ്രതിഷ്ഠിക്കണം. അതോടൊപ്പം 1 വയസ്സുള്ള ചെമ്മരിയാട്ടിൻമുട്ടനെ പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കണം. അശുദ്ധമായി പോയതുകൊണ്ട് മുൻ ദിവസങ്ങളിൽ അനുഷ്ഠിച്ച വ്രതം വ്യർത്ഥമായിരിക്കും. നാസീർ വ്രതം മുഴുമിച്ചവരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്. സമാഗമ കൂടാരവാതിൽക്കൽ അവനെ കൊണ്ടുവരണം. അവൻ 1 വയസ്സുള്ള ഊനമറ്റ ചെമ്മരിയാട്ടിൻമുട്ടിനെ ദഹനബലിയായും 1 വയസ്സുള്ള ഊനമറ്റ പെണ്ണാടിനെ പാപപരിഹാര ബലിയായും ഊനമറ്റ ഒരു മുട്ടാടിനെ സമാധാന ബലിയായും കർത്താവിന് സമർപ്പിക്കണം. പുളിപ്പില്ലാത്ത 1 കുട്ട അപ്പം, നേർത്ത മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ അടകൾ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം, അവയ്ക്ക് ചേർന്ന ധാന്യബലി, പാനീയബലി എന്നിവയും കർത്താവിന് കാഴ്ചവെക്കണം. പുരോഹിതൻ അവയെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വ്രതസ്ഥാനുള്ള പാപപരിഹാര ബലിയും ദഹനബലിയുമായി സമർപ്പിക്കണം. മുട്ടാടിനെ കുട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടൊന്നിച്ച് സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം. ഭോജനബലിയും പാനീയ ബലിയും അർപ്പിക്കണം. നാസീർ വ്രതൻ വ്രതശുദ്ധമായ ശിരസ് സമാഗമ കൂടാരവാതിൽക്കൽ വെച്ച് മുണ്ഡനം ചെയ്ത് അതിൽ നിന്നും മുടിയെടുത്ത് സമാധാന ബലിയുടെ തീയിൽ അർപ്പിക്കണം. അത് കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിൻ്റെ വേവിച്ച കൈക്കുറുകും കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരടയും നേർത്ത അപ്പവും എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കണം. പുരോഹിതൻ അവയെ കർത്താവിന് നീരാഞ്ജനമായി അർപ്പിക്കണം. അവയും നീരാഞ്ജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കാൽക്കുറുകും പുരോഹിതനുള്ള വിശുദ്ധ പങ്കാണ്. ഇവയ്ക്കു ശേഷം നാസീർ വ്രതസ്ഥനു വീഞ്ഞു കുടിക്കാം. ഇതാണ് നാസീർ വ്രതസ്ഥൻ അനുഷ്ഠിക്കേണ്ട നിയമം. തൻ്റെ കഴിവനുസരിച്ച് നൽകുന്നതിനു പുറമെ നാസീർ വ്രതത്തിൻ്റെ നിയമപ്രകാരമുള്ള കാഴ്ചകളും അവൻ കർത്താവിന് സമർപ്പിക്കണം. താൻ എടുത്തിരിക്കുന്ന നാസീർ വ്രതത്തിൻ്റെ നിയമങ്ങൾ അവൻ നിറവേറ്റണം. പുരോഹിതൻ്റെ ആശീർവാദം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, അഹരോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. കൂടാരപ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ. മോശ കൂടാരം സ്ഥാപിച്ചതിന് ശേഷം അതും അതിൻ്റെ സാമഗ്രികളും ബലിപീഠവും അതിൻ്റെ ഉപകരണങ്ങളും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. അന്ന് ഇസ്രായേലിലെ കുലത്തലവന്മാരും ഗോത്രപ്രധാനരും കണക്കെടുപ്പിൽ മേൽനോട്ടം വഹിച്ചവരുമായ നേതാക്കന്മാർ കാഴ്ചകൾ കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. 2 നേതാക്കന്മാർക്ക് 1 വണ്ടിയും ഒരാൾക്ക് 1 കാളയും എന്ന കണക്കിന് മൂടിയുള്ള 6 വണ്ടികളും 12 കാളകളും അവർ കൂടാരത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, സമാഗമ കൂടാരത്തിലെ വേലയ്ക്ക് ഉപയോഗിക്കാൻ അവരിൽ നിന്ന് അവ സ്വീകരിച്ച് ലേവ്യർക്ക് ഓരോരുത്തൻ്റെയും കർത്തവ്യമനുസരിച്ച് കൊടുക്കുക. മോശ വണ്ടികളെയും കാളകളെയും സ്വീകരിച്ചു ലേവ്യർക്ക് കൊടുത്തു.
ഗർഷോന്റെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് 2 വണ്ടികളും 4 കാളകളും കൊടുത്തു. പുരോഹിതനായ അഹറോന്റെ മകൻ ഇത്താമറിൻ്റെ നേതൃത്വത്തിലുള്ള മൊറാറിയുടെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് 4 വണ്ടികളും 8 കാളകളും കൊടുത്തു. എന്നാൽ കൊഹാത്തിൻ്റെ പുത്രന്മാർക്ക് ഒന്നും നൽകിയില്ല. കാരണം വിശുദ്ധ വസ്തുക്കളുടെ കാര്യം നോക്കാനാണ് അവരെ ചുമതലപ്പെടുത്തിയിരുന്നത്. അവ ചുമലിൽ വഹിക്കേണ്ടവയായിരുന്നു. ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ നേതാക്കന്മാർ അതിൻ്റെ മുമ്പാകെ സമർപ്പിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നേതാക്കന്മാർ ഓരോരുത്തരായി ഓരോ ദിവസം ബലിപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ സമർപ്പിക്കണം. 1-ാം ദിവസം യൂദാഗോത്രത്തിലെ അമ്മീനാദാബിൻ്റെ മകൻ നക്ഷോൻ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ച വെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേർത്ത മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ. ഇതാണ് അമ്മീനാദാവിൻ്റെ മകൻ നക്ഷോൺ സമർപ്പിച്ച കാഴ്ച. 2-ാം ദിവസം ഇസാഖർ ഗോത്രത്തിൻ്റെ നേതാവും സൂവാറിൻ്റെ മകനുമായ നെത്തനേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ച വെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 150 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്ക് ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ്. ഇതാണ് സൂവാറിൻ്റെ മകൻ നെത്തനേൽ സമർപ്പിച്ച കാഴ്ച. 3-ാം ദിവസം സെബുലൂൺ ഗോത്രത്തിൻ്റെ നേതാവും ബേലോൻ്റെ മകനുമായ ഏലിയാബ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ്. ഇതാണ് ഹേലോൻ്റെ പുത്രൻ ഏലിയാബ് സമർപ്പിച്ച കാഴ്ച. 4-ാം ദിവസം റൂബൻ ഗോത്രത്തിൻ്റെ നേതാവും ഷെദയൂറിൻ്റെ മകനുമായ ഏലിയാസൂർ കാഴ്ച അർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഷെദയൂറിൻ്റെ മകൻ ഏലീസൂർ സമർപ്പിച്ച കാഴ്ച. 5-ാം ദിവസം ശെമയോൻ ഗോത്രത്തിൻ്റെ നേതാവും സുരീഷാദായിയുടെ മകനുമായ ഷെലുമിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക,
70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് സുരിഷദായിയുടെ മകൻ ഷെലുമിയേൽ സമർപ്പിച്ച കാഴ്ച. 6-ാം ദിവസം ഗാദ് ഗോത്രത്തിലെ തലവനും റവുവേലിൻ്റെ മകനുമായ ഏലിയാസാഫ് കാഴ്ച 6-ാം ദിവസം ഗാദ് ഗോത്രത്തിലെ തലവനും റവുവേലിൻ്റെ മകനുമായ ഏലിയാസാഫ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് റവുവേലിൻ്റെ മകൻ ഏലിയാസാഫ് സമർപ്പിച്ച കാഴ്ച. 7-ാം ദിവസം എഫ്രായിം ഗോത്രത്തിൻ്റെ നേതാവും അമ്മീഹൂദിൻ്റെ മകനുമായ ഏലീഷാമ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് അമ്മീഹൂദിൻ്റെ പുത്രൻ ഏലീഷാമ സമർപ്പിച്ച കാഴ്ച. 8-ാം ദിവസം മനാസേ ഗോത്രത്തിൻ്റെ നേതാവും പെദാസൂറിൻ്റെ മകനുമായ ഗമാലിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻകുട്ടി, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് പെദാസൂറിൻ്റെ മകൻ ഗമാലിയേൽ സമർപ്പിച്ച കാഴ്ച. 9-ാം ദിവസം ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ നേതാവും ഗിദെയോനിൻ്റെ മകനുമായ അബീദാൻ കാഴ്ച അർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഗിദെയോനിയുടെ പുത്രൻ അബീദാൻ സമർപ്പിച്ച കാഴ്ച. 10-ാം ദിവസം ദാൻ ഗോത്രത്തിൻ്റെ നേതാവും അമ്മീഷാദായുടെ മകനുമായ അഹിയേസർ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക,
70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാടെ, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് അമ്മിഷദായിയുടെ മകൻ അഹിയേസർ സമർപ്പിച്ച കാഴ്ച. 11-ാം ദിവസം ആഷേർ ഗോത്രത്തിൻ്റെ നേതാവും ഒക്രാൻ്റെ മകനുമായ പഗിയേൽ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഒക്രാൻ്റെ മകൻ പഗിയേൽ സമർപ്പിച്ച കാഴ്ച. 12-ാം ദിവസം നഫ്താലി ഗോത്രത്തിൻ്റെ നേതാവും ഏനാൻ്റെ മകനുമായ അഹീറ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഏനാൻ്റെ മകൻ അഹീറ സമർപ്പിച്ച കാഴ്ച. ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇസ്രായേൽ നേതാക്കന്മാർ സമർപ്പിച്ച കാഴ്ചകൾ ഇവയാണ്: 12 വെള്ളിത്തളികകൾ, 12 വെള്ളിക്കിണ്ണങ്ങൾ, 12 പൊൻകലശങ്ങൾ, ഓരോ വെള്ളിത്തളികയുടെയും തൂക്കം 130 ഷെക്കൽ, ഓരോ വെള്ളിക്കിണ്ണത്തിൻ്റെയും തൂക്കം 70 ഷെക്കൽ. അങ്ങനെ വെള്ളിപ്പാത്രങ്ങളുടെ ആകത്തൂക്കം വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 2400 ഷെക്കൽ. സുഗന്ധദ്രവ്യം നിറച്ച 12 പൊൻകലശങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം ഓരോന്നിനും തൂക്കം 10 ഷെക്കൽ. കലശങ്ങളുടെ ആകെ തൂക്കം 120 ഷെക്കൽ. ധാന്യബലിയോടുകൂടി ദഹനബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 12 കാളകൾ, 12 മുട്ടാടുകൾ, 1 വയസ്സുള്ള 12 ആൺ ചെമ്മരിയാടുകൾ, പാപപരിഹാര ബലിക്കു 12 ആൺകോലാടുകൾ. സമാധാന ബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 24 കാളകൾ, 60 മുട്ടാടുകൾ, 60 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 60 ആൺ ചെമ്മരിയാടുകൾ. ബലിപീഠം അഭിഷേകം ചെയ്തതിനു ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കായി സമർപ്പിച്ച കാഴ്ചകൾ ഇവയാകുന്നു. കർത്താവുമായി സംസാരിക്കാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷ്യപേടകത്തിൻ്റെ മുകളിൽ 2 കെരൂബുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശ കേട്ടു. ദീപസജ്ജീകരണം. 8-ാം അധ്യായം. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ദീപം കൊളുത്തുമ്പോൾ വിളക്കുകാലിന് മുമ്പിൽ പ്രകാശം പരത്തക്ക വിധം 7 വിളക്കുകളും ക്രമപ്പെടുത്തണമെന്ന് അഹ്റോനോട് പറയുക. അഹ്റോൻ അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ വിളക്കുകാലിൻ്റെ മുമ്പിൽ പ്രകാശം പരക്കുമാറ് വിളക്കുകൾ ക്രമപ്പെടുത്തി. ചുവട് മുതൽ ശിഖരങ്ങൾ വരെ സ്വർണം അടിച്ചു പരത്തി നിർമ്മിച്ചതായിരുന്നു വിളക്കുകൾ. കർത്താവ് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃകയിൽ തന്നെയാണ് അതുണ്ടാക്കിയത്.
ലേവ്യരുടെ സമർപ്പണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവ്യരെ ജനങ്ങളുടെ ഇടയിൽ നിന്നും വേർതിരിച്ച് ശുദ്ധീകരിക്കുക. അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെയാണ്: പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കുക. ശരീരം മുഴുവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രങ്ങൾ അലക്കി അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം. അനന്തരം ഒരു കാളക്കുട്ടിയെയും ദഹനബലിക്കായി എണ്ണ ചേർത്ത നേരിയ മാവും അവർ എടുക്കട്ടെ. പാപപരിഹാര ബലിയും മറ്റൊരു കാളക്കുട്ടിയെയും എടുക്കണം. ലേവ്യരെ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അവിടെ വിളിച്ചു കൂട്ടുകയും വേണം. ലേവ്യരെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ തലയിൽ കൈകൾ വയ്ക്കണം. ഇസ്രായേൽ ജനത്തിൻ്റെ നീരാഞ്ജനമായി കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അഹ്റോൻ ലേവ്യരെ അവിടത്തേക്ക് സമർപ്പിക്കണം. ലേവ്യർ കാളക്കുട്ടികളുടെ തലയിൽ കൈവയ്ക്കണം. അവരുടെ പാപപരിഹാരത്തിനായി കാളക്കുട്ടികൾ ഒന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായി നീ കർത്താവിന് അർപ്പിക്കണം. അഹ്റോൻ്റെയും 12 പുത്രന്മാരുടെയും ശുശ്രൂഷയിൽ അവരെ സഹായിക്കാൻ ലേവ്യരെ കർത്താവിന് നീരാഞ്ജനമായി അർപ്പിക്കുക. ഇപ്രകാരം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്നും ലേവ്യരെ നീ വേർതിരിക്കണം. അവർ എൻ്റേതായിരിക്കും. ശുദ്ധീകരിക്കുകയും നീരാഞ്ജനമായി സമർപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ലേവ്യർ അകത്ത് പ്രവേശിക്കട്ടെ. ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അവർ പൂർണ്ണമായും എനിക്കുള്ളവരാണ്. ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ഞാൻ അവരെ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെല്ലാം എനിക്കുള്ളതാണ്. ഈജിപ്തിലെ കടിഞ്ഞൂലുകളെല്ലാം സംഹരിച്ചപ്പോൾ ഞാൻ അവരെ എനിക്കായി മാറ്റി വെച്ചു. ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. സമാഗമ കൂടാരത്തിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സേവനം ചെയ്യാനും അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ജനം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനുമായി അവരിൽ നിന്നും ലേവ്യരെ ഞാൻ തിരഞ്ഞെടുത്തു. അഹ്റോനും പുത്രന്മാർക്കും ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹവും ചേർന്ന് ലേവ്യരെ കർത്താവിന് പ്രതിഷ്ഠിച്ചു. ലേവ്യർ തങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ചു വസ്ത്രമലക്കി. അഹ്റോൻ അവരെ നീരാഞ്ജനമായി കർത്താവിന് സമർപ്പിച്ചു. അവരുടെ ശുദ്ധീകരണത്തിനായി അഹ്റോൻ പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്തു. അനന്തരം സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അഹ്റോനെയും പുത്രന്മാരെയും സഹായിക്കാൻ ലേവ്യർ അകത്ത് പ്രവേശിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് അവർ ലേവ്യരോട് പ്രവർത്തിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവ്യരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്: 25 അതിനുമേലും വയസ്സുള്ള ലേവ്യരെല്ലാം സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യണം. 50 വയസ്സാകുമ്പോൾ ശുശ്രൂഷയിൽ നിന്നും വിരമിക്കണം. പിന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല. എന്നാൽ സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ അവർക്ക് സഹായിക്കാം. അവർ നേരിട്ട് ചുമതല വഹിക്കേണ്ടതില്ല. ലേവ്യരെ ചുമതല ഏൽപ്പിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം. 2 പെസഹ 9 അധ്യായം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതിന് 2 വർഷം 1 മാസം സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആഘോഷിക്കണം. പെസഹ ആഘോഷിക്കണം. ഈ മാസം 14 ദിവസം വൈകുന്നേരം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം. പെസഹ ആചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തെ മോശ അറിയിച്ചു. അങ്ങനെ അവർ 1 മാസം 14
ദിവസം വൈകുന്നേരം സീനായി മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പ്രവർത്തിച്ചു. ശവശരീരം സ്പർശിച്ച് അശുദ്ധരായതുകൊണ്ട് ആ ദിവസം പെസഹ ആചരിക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു. അവർ മോശയോടും അഹറോനോടിൻ്റെയും അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ മൃതശരീരം സ്പർശിച്ച് അശുദ്ധരായി. എന്നാൽ നിശ്ചിത സമയത്ത് ഇസ്രായേലിലെ മറ്റാളുകളോട് ചേർന്ന് കർത്താവിന് കാഴ്ച സമർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞിരിക്കുന്നു. ഞങ്ങളെ തടയേണ്ടതുണ്ടോ? മോശ പറഞ്ഞു, കർത്താവ് തൻ്റെ ഹിതം എന്നെ അറിയിക്കുന്നതുവരെ കാത്തിരിക്കുക. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ശവശരീരം സ്പർശിച്ച് അശുദ്ധരാവുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവർ കർത്താവിന് പെസഹ ആചരിക്കണം. 2-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലയും കൂട്ടി പെസഹ ഭക്ഷിക്കണം. പ്രഭാതത്തിലേക്കൊന്നും അവശേഷിക്കരുതേ, മൃഗത്തിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുതേ. നിയമങ്ങളനുസരിച്ച് അവർ പെസഹ ആചരിക്കണം. എന്നാൽ ഒരുവൻ അശുദ്ധനല്ല, യാത്രയിലുമല്ല എങ്കിലും പെസഹ ആചരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നെങ്കിൽ അവൻ നിശ്ചിത സമയത്ത് കർത്താവിന് കാഴ്ച നൽകാത്തതുകൊണ്ട് സ്വജനത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടണം. അവൻ തൻ്റെ പാപത്തിൻ്റെ ഫലം വഹിക്കണം. നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന പരദേശി കർത്താവിന് പെസഹ ആചരിക്കുന്നെങ്കിൽ നിയമങ്ങളും വിധികളും അനുസരിച്ച് അവനത് നിർവഹിക്കണം. പരദേശിക്കും സ്വദേശിക്കും ഒരേ നിയമം തന്നെ. കൂടാരം മുകളിൽ മേഘം. സാക്ഷ്യകൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു. നിരന്തരമായി അതങ്ങനെ നിന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു. മേഘം കൂടാരത്തിൽ നിന്നുയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു. മേഘം കൂടാരത്തിന് മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. മേഘം ദീർഘനാൾ കൂടാരത്തിന് മുകളിൽ നിന്നപ്പോഴും ഇസ്രായേൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുകയും യാത്ര പുറപ്പെടാതിരിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഏതാനും ദിവസം മാത്രം മേഘം കൂടാരത്തിന് മുകളിൽ നിന്നു. അപ്പോഴും കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ പാളയത്തിൽ തന്നെ വസിച്ചു. അവിടുത്തെ കൽപ്പനയനുസരിച്ച് മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ പുലർച്ചെ വരെയും മാത്രം നിൽക്കും. പ്രഭാതത്തിൽ മേഘം ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും. പകലോ രാത്രിയോ ആയാലും മേഘം ഉയരുമ്പോൾ അവർ പുറപ്പെടും. മേഘം 2 ദിവസമോ 1 മാസമോ അതിൽ കൂടുതലോ കൂടാരത്തിന് മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും. മേഘം ഉയരുമ്പോൾ അവർ യാത്ര തുടരും. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ചാണ് അവർ പാളയമടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത്. അവിടുന്ന് മോശ വഴി നൽകിയ കൽപ്പനയനുസരിച്ച് അവർ പ്രവർത്തിച്ചു. കർത്താവ് മോശയോട് കാഹളം. 10-ാം അധ്യായം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, അടിച്ചു പരത്തിയ വെള്ളി കൊണ്ട് 2 കാഹളം നിർമ്മിക്കുക. സമൂഹത്തെ വിളിച്ചു കൂട്ടാനും പാളയത്തിൽ നിന്ന് പുറപ്പെടാനും അവ മുഴക്കണം. അവ രണ്ടും ഒന്നിച്ചു മുഴക്കുമ്പോൾ സമൂഹം മുഴുവനും സമാഗമ കൂടാര വാതിൽക്കൽ നിന്റെ മുമ്പിൽ സമ്മേളിക്കണം. 1 കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരായ നായകന്മാർ മാത്രം നിന്റെ മുമ്പിൽ ഒന്നിച്ചു കൂടണം. സന്നാഹത്തിനുള്ള ആദ്യ കാഹളം മുഴങ്ങുമ്പോൾ കിഴക്ക് വശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. അത് 2-ാം പ്രാവശ്യം മുഴങ്ങുമ്പോൾ തെക്കുവശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. യാത്ര പുറപ്പെടേണ്ടപ്പോഴൊക്കെ സന്നാഹധ്വനി ഉയർത്തണം. സമൂഹം ഒന്നിച്ചു കൂടാൻ കാഹളമൂതുമ്പോൾ സന്നാഹധ്വനി മുഴക്കരുതേ. അഹറോൻ്റെ പുത്രന്മാരാണ് കാഹളം മുഴക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമായിരിക്കും. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും
ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനും കാഹളങ്ങൾ സന്നാഹധ്വനി മുഴക്കണം. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലും നിർദ്ദിഷ്ടമായ ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുമ്പോഴും കാഹളം ഊതണം. അപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഓർമ്മിക്കും. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. സീനായിൽ നിന്നും പുറപ്പെടുന്നു. 2-ാം വർഷം 2-ാം മാസം 20-ാം ദിവസം സാക്ഷ്യകൂടാരത്തിനു മുകളിൽ നിന്ന് മേഘമുയർന്നു. അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനാ മരുഭൂമിയിൽ നിന്നും പുറപ്പെട്ടു. മേഘം പാരാൻ മരുഭൂമിയിൽ ചെന്ന് നിന്നു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ ആദ്യമായി യാത്ര പുറപ്പെട്ട് യൂദാഗോത്രം ഗണങ്ങളായി പതാകയുമേന്തി ആദ്യം പുറപ്പെട്ടു. അമ്മിനദാബിൻ്റെ മകൻ നക്ഷോനായിരുന്നു അവരുടെ നായകൻ. ഇസ്സാക്കർ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നതു സൂവാറിൻ്റെ മകൻ നെത്തനേൽ ആണ്. സെബൂലൂൻ ഗോത്രത്തെ നയിച്ചത് ഹേലോനിൻ്റെ പുത്രൻ ഏലിയാബാകുന്നു. കൂടാരം അഴിച്ചിറക്കിയപ്പോൾ ഗർഷോൻ്റെയും മൊറാറിയുടെയും പുത്രന്മാർ അത് വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനന്തരം റൂബൻ ഗോത്രം ഗണങ്ങളായി പതാക ഏന്തി പുറപ്പെട്ടു. ഷെദയൂറിൻ്റെ മകൻ എലീസൂർ അവരുടെ മുമ്പിൽ നടന്നു. ശിമയോൻ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് സുരിഷ്ദായുടെ മകൻ ഷെലുമിയേൽ ആണ്. ഗാദ് ഗോത്രത്തെ സമീപിച്ച് റൗവേലിൻ്റെ ഗാദ് ഗോത്രത്തെ നയിച്ചത് റൗവേലിൻ്റെ മകൻ ഏലിയാസാഫത്രേ. അതിനുശേഷം വിശുദ്ധ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് കൊഹാത്തിൻ്റെ പുത്രന്മാർ പുറപ്പെട്ടു. അവർ എത്തുന്നതിന് മുമ്പേ സാക്ഷ്യകൂടാരം സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് എഫ്രായിം ഗോത്രം ഗണങ്ങളായി പതാക ഏന്തി പുറപ്പെട്ടു. അവരുടെ നായകൻ അമ്മീഹൂദിൻ്റെ മകൻ ഏലീഷാമ ആയിരുന്നു. മനാസെ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് പെദാസൂറിൻ്റെ മകൻ ഗമാലിയേൽ ആണ്. ബെഞ്ചമിൻ ഗോത്രത്തെ നയിച്ചത് ഗിദയോനിയുടെ മകൻ അബീദാൻ. ദാൻ ഗോത്രം അണികളായി പതാകയേന്തി എല്ലാ സംഘങ്ങളുടെയും പിൻനിരയുമായി പുറപ്പെട്ടു. അമ്മിഷ്ദായിയുടെ മകൻ അഹിയസർ അവരുടെ മുമ്പിൽ നടന്നു. ആഷേർ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് ഒക്രാൻ്റെ മകൻ പഗിയേലാണ്. നഫ്താലി ഗോത്രത്തെ നയിച്ചത് ഏനാൻ്റെ മകൻ അഹീറ. അണികളായി യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈ ക്രമത്തിലാണ് നീങ്ങിയിരുന്നത്. തൻ്റെ അമ്മായിപ്പനായ മിദിയാൻകാരൻ റൗവേലിൻ്റെ മകൻ ഹോബോബിനോട് മോശ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ വരിക, നിനക്ക് നന്മയുണ്ടാകും. കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. എൻ്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളെ വിട്ടു പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം മരുഭൂമിയിൽ പാളയമടിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം. നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും. നീ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്കും പങ്കു ലഭിക്കും. അവർ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3-ാം ദിവസം യാത്ര ചെയ്തു. അവർക്കൊരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പിൽ പോയിരുന്നു. അവർ പാളയത്തിൽ നിന്നും പുറപ്പെട്ടു യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങേ ദേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ അവിടുന്ന് ഇസ്രായേലിൻ്റെ 10,000ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും. കർത്താവ് നമ്മളെ എല്ലാവരെയും അവൻ്റെ വാഗ്ദാനപ്രകാരം സമാധാനത്തിൽ നയിക്കട്ടെ. ആമേൻ.